ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. രണ്ടാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് സോഡാണ്. മൂന്നാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോഡാണ്. ഒരു കാർഡ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. സ്ട്രെങ്ത് ആണ്. ഇന്നിപ്പോൾ ഈ കാർഡ് കിട്ടിയിരിക്കുന്നത് ഒരു വികാരപരമായി ആളുകൾ പിൻവാങ്ങുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. 8 ഓഫ് കപ്സ്. നമുക്കൊരു സ്നേഹബന്ധത്തിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ നേരിട്ടിട്ട് ആ കപ്പുകളൊക്കെ അടുക്കി വെച്ച് തിരിഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ സൂര്യനെ ചന്ദ്രൻ മറച്ചിരിക്കുന്നു. ഗ്രഹണം ബാധിച്ചു കഴിഞ്ഞു. പക്ഷേ ആ ഗ്രഹണം കുറച്ച് കഴിഞ്ഞാൽ ഗ്രഹണം നമ്മൾ ഇരുട്ട് പരക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അവിടെ പ്രകാശം പരക്കും. ആ വ്യക്തി മനോവേദനയോടെയാണ് ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. പക്ഷെ ആ എടുക്കുന്ന തീരുമാനം ആളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് ആ ഒരവസ്ഥ മറികടന്നു കഴിഞ്ഞാൽ കുറച്ച് ആളുടെ ജീവിതത്തിൽ വിജയിക്കും എന്നൊരു സൂചനയാണ് ഈ കാർഡ് നമുക്ക് തരുന്നത്. അടുത്തത് 4 ഓഫ് സോഡാണ്. ഇതും ഒരു വേദന കഴിഞ്ഞ് നമ്മളെ ഹൃദയത്തിൽ തറച്ചിരിക്കുന്ന വാളുകൾ ഊരിയെടുത്ത് റെസ്റ്റ് എടുക്കുന്നൊരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. അദ്ദേഹം ആലോചിക്കുകയാണ് മുന്നോട്ട് എങ്ങനെ പോകാം എന്ന് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി റെസ്റ്റ് എടുത്ത് കിടക്കുകയാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ കാർഡിൽ കാണിക്കുന്നത്. വികാരങ്ങളെ മറികടന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇനി അടുത്തതായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ കരിയറിൽ എങ്ങനെ മുന്നോട്ട് പോകാം, എൻ്റെ പഠനത്തിൽ എങ്ങനെ മുന്നോട്ട് പോവാം, എന്തൊക്കെ ചെയ്യാം എന്ന് ആത്മനിയന്ത്രണത്തോടെ ഒരു വികാരപരമായി പക്വതയോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തി. മൂന്നാമത് നമുക്ക് കിട്ടിയത് കിങ് ഓഫ് സോഡാണ്. ഇതും നമ്മുടെ എല്ലാം ഇതിനും കീഴടക്കി ഒരു സക്സസ്സിലേക്ക് എത്തിയ ഒരാളെയാണ് കാണിക്കുന്നത്. വികാരങ്ങൾ മറികടന്ന് എല്ലാവരെയും നിയന്ത്രിച്ച് വാളുകൊണ്ട് അതിനെല്ലാം നേരിട്ട് ഞാൻ ഇവിടെ എത്തി എന്ന് പറയുന്ന ഒരു എനർജി. അവസാനമായി നമുക്ക് കിട്ടിയത് സ്ട്രെങ്ത് എന്ന കാർഡാണ്. ഇതിൽ കാണിക്കുന്നത് ഒരു ലേഡി ഒരു സിംഹത്തെ സ്നേഹപൂർവ്വമായി തലോടുന്ന ഒരു ചിത്രമാണ്. ഇതിലും നമ്മളെ വികാരപരമായി ചിന്തിക്കാതെ ഏതൊരു പ്രതിബന്ധങ്ങളെയും ബുദ്ധിപൂർവം ആന്തരിക ശക്തി കൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കീഴടക്കാൻ സാധിക്കും. ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു ഇതാണ് ഈ കാർഡ് നമുക്ക് കാണിക്കുന്നത്. ഇതിൽ 4 കാർഡിൽ നിന്ന് കിട്ടിയ 4 കാർഡും അത്തരം ഒരു എനർജിയാണ് പ്രതിദാനം ചെയ്യുന്നത്. നമുക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും അതിനെ നമുക്ക് നേരിടാം. നമ്മുടെ ഉള്ളിൽ തന്നെ കഴിവുകളുണ്ട്. നമ്മുടെ മനസ്സിൽ അതിനകത്തൊരു ശക്തിയുണ്ട്. ആ ഇച്ഛാശക്തിയും കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ നേരിടാൻ പറ്റും എന്ന് ഈ കാർഡുകൾ നമ്മളെ ഉപദേശിക്കുന്നു. ഈ റീഡിങ് റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ്.